ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെട്രോ ഹോസ്പിറ്റൽ കോഴിക്കോട് ബൈപ്പാസ് അവിടെ ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഹൈലൈറ്റ് മാള്, തൊണ്ടയാട്, മലാപ്പറമ്പ് ആ ഭാഗത്തേക്ക് ഏറ്റവും പുതിയ അപ്ഡേഷനാണ് കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ വന്ന വലിയ ഓവർപാസ് ഫ്ലൈ ഓവർ, അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സർവീസ് റോഡ് കൂടെ അങ്ങോട്ട് ഇറങ്ങിയാലാണ് ഇപ്പോൾ ഹൈലൈറ്റ് മാൾക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. അത് ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ശ്രദ്ധിച്ച് എന്നാൽ മദ്രാസ് ആ സർവീസ് റോഡ് മുഴുവനായിട്ടില്ല. സർവീസ് റോഡ് അതിന് മേലെ കൂടെ പോകേണ്ടതാണ്. അപ്പോൾ താൽക്കാലികമായിട്ടൊരു കട്ടിങ് സർവീസ് റോഡ് കണ്ടു കൊടുത്തതാണ്. അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഫ്ലൈ ഓവറിൽ ഈ റോഡ് ലൈനൊക്കെ ഇടുന്നത്, മാർക്കിടുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇത് വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്, പിറ്റേന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സമയം ഇന്നേക്കത് ലൈന് ഫുള്ളായിട്ടിട്ടുണ്ടാവും കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ നിങ്ങൾ ഒരു ഫുൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ ആ കോഴിക്കോട് ബൈപ്പാസിൻ്റെ മുഴുവൻ ഭംഗിയും കാണാം. എന്തോരം മാറ്റാറ് ഈ ഹൈലൈറ്റ് മാളിൻ്റെ ഈ ഭാഗത്തൊക്കെ വന്നറിയോ. എത്ര ബിൽഡിങ്ങുകളാണ്, പുതിയ കൺസ്ട്രക്ഷന്. ടൗൺ ആകെ മാറുക കേട്ടോ. ടൗൺ ഇങ്ങോട്ട് പോരുകയാണ്, കോഴിക്കോട് ബൈപ്പാസിലേക്ക് പോരുകയാണ്. അതിന് മാത്രം ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും നമ്മളൊരു ദുബായ് പോയ മാതിരിയാണ് ഇവിടേക്ക് എത്തിയാൽ. അപ്പം വളരെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ട സ്ഥലമായിരുന്നു ഹൈലൈറ്റ് മാളിൻ്റെ മുൻവശം. മണിക്കൂറുകളോളം നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മോചനം കിട്ടി. 6 വരി പാതയിൽ കൂടി വാഹനങ്ങൾ അടിച്ച് പൊളിച്ച് പോവുകയാണ്. ഏതായാലും വലിയൊരു മാറ്റമാണ്. നമ്മൾ 2 കൊല്ലം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അത്രയും പെട്ടെന്ന് ഈ വർക്കൊക്കെ തീരും എന്നുള്ളത്. ഒരു 2 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവുള്ളൂ ഈ കൺസ്ട്രക്ഷൻ, ഈ കമ്പനി തുടങ്ങിയിട്ട്. ഏതായാലും നല്ല വർക്കാട്ടോ അവരൊക്കെ ചെയ്ത വർക്കുകളെ. അപ്പോൾ ഇവിടെയൊക്കെ വളരെ ഡേഞ്ചർ സ്ഥലമാണ് കേട്ടോ. ഈ ഡിവൈഡറൊക്കെ ഇതൊക്കെ ഇവിടെ ക്രോസ് ചെയ്യും കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 6 വരി പാതയിൽ കൂടി അത്രയും വേഗതയിൽ വാഹനങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ ഈ ഇടയ്ക്ക് ഈ ക്രോസിങ്ങും കട്ടിട്ട് അവിടെയൊക്കെ വിഷയം വരുന്നുണ്ട്. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഉള്ള ഈ ഗ്യാപ്പ് കൂടെ കയറുകയാണ്. അപ്പോൾ അതൊക്കെ ഈ 6 വരി പാതയിൽ ആൾക്കാർ അടിച്ച് സ്പീഡിൽ ഇങ്ങോട്ട് വരുമ്പം അതൊക്കെ അടിച്ച് പോയി പോവും. വരുന്നവരും പിന്നെ ഈ ഇതേമാതിരി ക്രോസ് ചെയ്ത് കയറുന്നവരൊക്കെ നല്ല ശ്രദ്ധിച്ചോണ്ട്. ഈ ലൈനിൽ വരുന്ന ആൾക്കാരട്ടോ അവിടെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞു 2 ഭാഗത്തും. അപ്പോൾ നമ്മൾ മെട്രോ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് ആണ്ട് ഓപ്പൺ ചെയ്താൽ നമ്മൾ മലാപ്പറമ്പ് വരെ 2 ഭാഗത്തും 6 വരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ 2 ഭാഗത്തും സർവീസ് റോഡ് ഉയർന്നിട്ടാണ് പോകുന്നത്. ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തി വെച്ച സ്ഥലമാണ് കേട്ടോ. സർവീസ് റോഡ് ഉയർന്നിട്ടാണ് പോകുന്നത്. അത് കുറച്ച് സൗകര്യമായിട്ടോ അവിടെ ഉള്ള പ്രദേശവാസികൾക്ക്. കുറച്ച് ഉയർന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ആ സർവീസ് റോഡ് ഉയർന്നു പോകുന്നതുകൊണ്ട് അവർക്ക് ആ സർവീസ് റോഡ് ബന്ധപ്പെടാനൊക്കെ വളരെ എളുപ്പമായി. മനോഹരമായിട്ടോ. അടിപൊളി. ഇത് നമ്മൾ കേരളം തന്നെയാണോ? അത് കോഴിക്കോട് തന്നെയാണോ? കോഴിക്കോട് ബൈപ്പാസ് തന്നെയാണോ ഈ കാണുന്നത്? വളരെ മനോഹരമായ ആ റോഡ്. അടിപൊളി. ലൈനും അതിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് വന്നപ്പോഴേ വളരെ സന്തോഷം കേട്ടോ. ഈ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മളൊക്കെ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണല്ലോ. ഈ റോഡിലൊക്കെ എത്രങ്ങാനും നമ്മൾ ബ്ലോക്കിലും ഈ ഗതാഗത കുരുക്കിൽ അതിലൊക്കെ പെട്ടിട്ട് എത്രയോ ആഗ്രഹിച്ചിരുന്നു നമ്മൾ ഈ റോഡൊക്കെ എന്നാണ് നന്നായി കാണുക, എന്നാണ് നമുക്ക് ഇതിലെ കൂടെ ഒരു 6 വരി പാതയിൽ കൂടെ ഗൾഫിലൊക്കെ വണ്ടി ഓടിക്കുന്ന മാതിരി നമ്മളെ നാട്ടിൽ കൂടെ എന്നാണ് വണ്ടി ഓടിക്കാൻ കഴിയുക. ഒക്കെ ഒരുപാട് മനസ്സിലിങ്ങനെ കരുതിയതാണ്. പക്ഷെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ തൊണ്ടയാട് ദയമായി ഇതാ ഫ്ലൈ ഓവർ 2 ഭാഗത്തും വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെയും നല്ല ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ട്രാഫിക് സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകൾ ഇതൊക്കെ പിന്നെ ആദ്യം ഈ നിലവിലുള്ള
ഫ്ലൈ ഓവറിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളുണ്ടായിരുന്നു. എന്നാലും പുതുതായി സ്ഥാപിച്ച ഫ്ലൈ ഓവറിലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് സർവീസ് റോഡ് ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും കറക്റ്റായിട്ട് വർക്ക് തീർന്നിട്ടില്ല. മലാപ്പറമ്പ് വരെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇനി ആയിട്ട് വേണം കേട്ടോ. ഹൈവേൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്ലോസ് ചെയ്യും കേട്ടോ. ഈ ഇതേമാതിരി ഓപ്പൺ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ റോഡിലേക്ക് കയറാനും ഇറങ്ങാനും മെർജിങ് പോയിൻ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹൈവേന്ന് ഇറങ്ങാനും കയറാനും ഉള്ള ഒരു മെർജിങ് പോയിന്റുകൾ ഉണ്ടാവും. അവിടെ മാത്രമേ നമുക്ക് അപ്പോൾ ഈ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പോൾ നോക്കണ്ട, അതൊക്കെ കണ്ട് പോകും. എന്തായാലും 2-3 മാസം കൊണ്ട് ഈ റോഡ് ഓപ്പൺ ചെയ്യും എന്ന കാര്യത്തിൽ ഇനി തർക്കമില്ല. കാരണം ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെ 2-3 സ്ഥലത്താണ് കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത്. ഒന്ന് നമ്മുടെ ഈ മലാപ്പറമ്പ്, അതേമാതിരി മാമ്പുഴ പാലം, അതേമാതിരി നമ്മളെ ചാലിയാറിൻ്റെ കുറുകെയുള്ള ആ കടവ് റിസോർട്ട് വരുന്ന ആ പാലവും, അറപ്പുഴ പാലം, അങ്ങനെ 3 സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ ഈ മലാപ്പറമ്പ് എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളിൽ, ഡാമിൻ്റെ അണട്ടുകര തൊട്ട് മലാപ്പറമ്പ് എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് തീരാനുള്ള 3 ഭാഗങ്ങൾ. ആ 3 ഭാഗങ്ങളും കൂടി കഴിഞ്ഞാൽ ഹൈവേ ഫുള്ളായിട്ട് ഓപ്പൺ ആവും. അടിപൊളി. ഇവിടെയൊക്കെ ഈ ലൈനും മാർക്ക് ഇടുന്ന പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സമയം ഇവിടെയൊക്കെ ലൈൻ വന്ന് കാണണം. ഇവിടെയൊക്കെ ഒരു ചതുപ്പ് സ്ഥലമായിരുന്നു. ഒരുപാട് വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ 6 വരി പാത വന്നു. അടിപൊളി. വണ്ടി സമാധാനമായിട്ട് വണ്ടി ഓടിച്ചു പോവാലോ, അതാണ് അതിൻ്റെ പ്രത്യേകത. മെഡിക്കൽ കോളേജ് പോകുന്ന ഒരു റൂട്ടാണത്. കോവൂര് ഒക്കെ പോകുന്ന ആ റൂട്ട്. അവിടെ ഇതൊക്കെ ക്ലോസ് ചെയ്യും. അന്നേരം സർവീസ് റോഡിൽ കൂടി ചുറ്റിക്കറങ്ങി തന്നെ വരേണ്ടി വരും. അപ്പോൾ മലാപ്പറമ്പ് ഇവിടെയാണ് വലിയൊരു വർക്ക് നടക്കുന്നത്. ഇവിടെ ഒരു ഓവർപാസ്സാണ് വരുന്നത്. ഓവർപാസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളിമാടുകുന്ന് വയനാട് റോഡുണ്ടല്ലോ, അത് മേലെ കൂടിയും നമ്മുടെ ഹൈവേ താഴെ കൂടിയും അങ്ങോട്ട് പോകും. അപ്പോൾ കണ്ടോ, അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ട്രാഫിക് ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് 2 വരിയിലുണ്ട് ഒതുക്കിയിട്ട് അപ്പുറത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആ വർക്ക് നല്ല വേഗതയിൽ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റിലേക്കാണ് ഇവർ വർക്ക് വെച്ചെങ്കിലും വർക്ക് പെട്ടെന്ന് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ കണ്ടോ, ഈ ഓവർപാസ് വരുന്ന ഈ ഭാഗത്ത് ഇവിടെ മണ്ണൊക്കെ എടുത്ത് അതിൻ്റെ അതിൻ്റെ തൂണുകളൊക്കെ അവിടെ ഉയർന്ന് വരുന്നുണ്ട്. പില്ലറുകളല്ല, ഒരു കോൺക്രീറ്റ് മൊത്തത്തിൽ കൊടുത്തിട്ടേ ഗട്ടർ വെക്കാൻ കണക്കായിട്ടുള്ള പിയർ അത് വരുന്നുണ്ട്. എന്തായാലും വേഗം കഴിയും ആ വർക്കൊക്കെ. കാരണം നല്ല വേഗതയിൽ. അതായത് റൈറ്റ് സൈഡിൽ കണ്ടോ, അവിടെ മണ്ണെടുത്തിട്ട് താഴ്ത്തിപ്പോയത് RE പാനലൊക്കെ വെച്ചിട്ട് ആ സൈഡ് അവിടെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വേങ്ങേരി ആ ഭാഗത്തും അതേമാതിരി ഒരു അണ്ടർപാസ്സാണ് വന്നത്. അവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടോ അണ്ടർപാസ്. ഇതിന് മുന്നേ ഓപ്പൺ ചെയ്തില്ല, ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്ത് വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു.
അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ കാണിക്കുന്നതാണ്. പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ബായ്.